ശ്രീനാരായണ ഗുരുദേവന്റെ 170-ാം ചതയം തിരുനാൾ ആഘോഷങ്ങൾ പീരിമേട്ടിലെ വിവിധ ശാഖായോഗങ്ങളുടെ നേതൃത്വത്തിൽ ഭക്ത്യാദരപൂർവ്വമാണ് സംഘടിപ്പിച്ചത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ആഘോഷങ്ങൾ ലഘൂകരിച്ചാണ് നടത്തിയത്. കുടുംബയോഗങ്ങൾ, യൂത്ത് മൂവ്മെന്റ്, കുമാരി സംഘം തുടങ്ങിയ വിവിധ പോഷക സംഘടനകളുടെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഏലപ്പാറ SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ രാവിലെ 10 മണിക്ക് ചതയദിന സന്ദേശ റാലി നടത്തി. ഇതിനു മുന്നോടിയായി ചതയ പ്രാർത്ഥനയും പതാക ഉയർത്തലും നടന്നു. ചതയദിന സന്ദേശ റാലിക്ക് ശേഷം ചതയദിന സമ്മേളനം സംഘടിപ്പിച്ചു. ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സമ്മേളനം നടന്നത്. CS സന്തോഷ് കുമാർ കോത്തല സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മനുഷ്യൻ നന്നാകണമെന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി അവതാരമെടുത്ത ശ്രീനാരായണ ഗുരുദേവനാണ്. ആ ഭഗവാന്റെ അവതാര ദിനമാണെന്ന് 170. അത് അല്പസ്വല്പമൊക്കെ നമ്മൾ ആഘോഷിക്കുന്നതിനൊന്നും ഒരു തെറ്റുമില്ല. കാരണം നമ്മൾ വയനാട്ടിലെ ജനങ്ങൾക്ക് സഹായഹസ്തങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ അവതാര ദിനം ഇനി അടുത്ത വർഷമേ ഉള്ളൂ. എന്തായാലും ആ അവതാര ദിനം നമ്മൾ ഭംഗിയാക്കി തന്നെ ഇന്നിവിടെ കൊണ്ടാടുകയാണ്. ആ വയനാട്ടിലെ ജനങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അന്നവിടെ സഹോദര തുല്യം പെരുമാറിയ ആളുകളെയൊക്കെ നമ്മൾ കണ്ടു. അവരെ പലരുടെയും മൃതദേഹങ്ങളൊക്കെ കൂട്ടമായി സംസ്കരിക്കുന്നത് നമ്മൾ കണ്ടു. പീരിമേട്, പാമ്പനാർ, കുട്ടിക്കാനം, വാഗമൺ തുടങ്ങിയ ശാഖായോഗങ്ങളിലും സമാന രീതിയിലാണ് ആഘോഷ പരിപാടികൾ നടന്നത്. ചടങ്ങുകളുടെ ഭാഗമായി കഴിഞ്ഞ SSLC+2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു. ശാഖായോഗം പ്രസിഡന്റ് PA പ്രദീപ് കുമാർ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി VP ബാബു, മലനാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിറിയക് തോമസ്, അജിത് ദിവാകരൻ, CPIM ഏലപ്പാറ ലോക്കൽ സെക്രട്ടറി ആൻഡപ്പൻ N ജേക്കബ്, മാത്യു ജോൺ ഈരാച്ചേരിയിൽ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് C സന്തോഷ് കുമാർ, S സുനിൽകുമാർ, ജോസ് ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു.